ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. Heinrich Hertz performed a very interesting experiment in which electrons were ejected when certain metals like potassium, rubidium, cesium were exposed to a beam of light. Means when certain metals like cesium, potassium, rubidium, etc. when exposed to light, അതായത് ലൈറ്റ് പതിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആ മെറ്റലിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിട്ട് കണ്ടു. ഇതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ മെറ്റലിന് ഒരു പ്രത്യേകതയുണ്ട്. സീസിയം, റൂബീഡിയം, പൊട്ടാസ്യം ഇവയെല്ലാം അയണൈസേഷൻ എനർജി വളരെ കുറവായിട്ടുള്ള മെറ്റലുകളാണ്. അത്തരത്തിൽ അയോണൈസേഷൻ എനർജി കുറവ് എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അത്തരത്തിലുള്ള മെറ്റൽസ് വെൻ എക്സ്പോസ്ഡ് ടു ലൈറ്റിനെ എക്സ്പോസ് ചെയ്യുമ്പം ഇലക്ട്രോൺസ് പുറന്തള്ളപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നു. ഈ എക്സ്പെരിമെൻറ്റിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എനർജി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത് സ്മോൾ പാക്കറ്റ്സ് ഓഫ് ക്വാണ്ടിറ്റി ആയിട്ടാണ്. ഈ സ്മോൾ പാക്കറ്റ്സിന് പറയുന്ന പേരാണ് ക്വാണ്ടം. ഈ ക്വാണ്ടം, ലൈറ്റിൻ്റെ കേസിൽ നമ്മൾ ഓരോ ക്വാണ്ടത്തിനും പറയുന്ന പേര് ഫോട്ടോൺ എന്നാണ്. അപ്പോൾ ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേര് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ആൻഡ് ദീസ് ഇലക്ട്രോൺസ് ആർ നോൺ ആസ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഒന്നുകൂടെ പറയാം. വെൻ certain metals are exposed to light, electrons were ejected from it. This is known as photoelectric effect. Photoelectric effect is electrons were ejected when certain metals like potassium, rubidium, cesium were exposed to a beam of light. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്സർവേഷൻസ്, ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, there is no time lag between the striking of beam of light and the ejection of electron. അതായത് ബീം ഓഫ് ലൈറ്റ് പതിക്കുന്നതും ഇജക്ഷനും റാപ്പിഡ് ആയിട്ടാണ് നടക്കാൻ. ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദീസ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് എന്തിന് പ്രപ്പോർഷണലാണ്? ഈസ് പ്രപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റിന് പ്രപ്പോർഷണൽ ആണ് എന്ത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ്. അതായത് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അഥവാ ബ്രൈറ്റ്നസ്സിന് അനുസരിച്ചിരിക്കും. തേർഡ് ഒബ്സർവേഷൻ, ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് മിനിമം ഫ്രീക്വൻസി ഫോർ ഈച്ച് മെറ്റൽ. ഓരോ മെറ്റലിനും ഒരു ക്യാരക്ടറിസ്റ്റിക് മിനിമം ഫ്രീക്വൻസി വേണം. ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. അതിന് താഴെ എന്ത് നടക്കില്ല? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. ഈ ഒരു ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് മിനിമം ഫ്രീക്വൻസി μ0 ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഈസ് not observed, and the corresponding energy h nu0 is known as work function. Corresponding energy is known as work function. We know that energy is directly proportional to the frequency, that is E is equal to h nu. ഇത് നമ്മുടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. E is equal to h nu. So here W naught is equal to h nu 0. This is known as work function, and nu 0 is known as threshold frequency. ഈ പതിക്കുന്ന ബീം ഓഫ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി ന്യൂ, അതുപോലെ മെറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അഥവാ ത്രഷോൾഡ് ഫ്രീക്വൻസി nu 0 ആയിരിക്കും. അറ്റ് എ ഫ്രീക്വൻസി nu greater than nu0, the ejected electrons come out with a certain kinetic energy. The kinetic energies of these electrons increases with the increasing the frequency of the light used. So, the kinetic energy is directly proportional to the frequency of the light used. അതായത് സപ്പോസ് നമ്മുടെ മെറ്റലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 100 ആണെന്നുണ്ടെങ്കിൽ വരുന്ന ബീം ഓഫ് ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്തായിരിക്കണം?
ഒരു 120 എബോവ് 100 ആണെങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഫ്രീക്വൻസി, അതായത് എത്ര 120 എന്ന് പറയുമ്പം ന്യൂ സീറോനേക്കാളും കൂടുതലാണ്. അപ്പോൾ ന്യൂ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ, ദെൻ ഓൺലി ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഹാപ്പൻസ്. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മെറ്റലിൻ്റെ ന്യൂ സീറോ ത്രഷോൾഡ് ഫ്രീക്വൻസിനേക്കാളും കൂടുതലാവുമ്പോൾ മാത്രമേ എന്ത് നടക്കുന്നുള്ളൂ, ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഈ ഒരു ഹയർ എത്ര എമൗണ്ട് കൂടുതലാണോ അത് എന്തിന് യൂസ് ചെയ്യുന്നു, കൈനറ്റിക് എനർജി ഓഫ് ദ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഐൻസ്റ്റീൻ ആണ് എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തിൻ്റെ ബേസിസിൽ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയുടെ ബേസിസിൽ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ബേസിസിൽ ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തന്നത്. പിന്നെ ഫോട്ടോൺ ഇൻ സഫീഷ്യൻറ്റ് എനർജി സ്ട്രൈക്സ്, അതായത് ഈ സഫീഷ്യൻറ്റ് എനർജിയുള്ള ഒരു ഫോട്ടോണ് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം ഓഫ് ദ മെറ്റൽ ഇജക്റ്റ് ചെയ്യുന്നു, അല്ലേ. ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് എനർജി ഇൻസ്റ്റന്റേനിയസ്ലി ടു ദ ഇലക്ട്രോൺ ഡ്യൂറിങ് ദ കൊളീഷൻ. ഈ ഒരു കൊളീഷൻ്റെ സമയത്ത് തന്നെ ഇതിൻ്റെ എനർജി എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഈ മെറ്റലിലുള്ള ഇലക്ട്രോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആൻഡ് ദ ഇലക്ട്രോൺ ഈസ് ഇജക്റ്റഡ് വിത്തൗട്ട് എനി ടൈം ലാഗ്. ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു ഒരു ടൈം ലാഗും ഇല്ലാതെ. ഗ്രേറ്റർ ദ എനർജി പൊസസ്ഡ് ബൈ ദ ഫോട്ടോണിന്റെ എനർജി ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ വിൽ ബി ട്രാൻസ്ഫർ ഓഫ് എനർജി ടു ദ ഇലക്ട്രോൺ ആൻഡ് ഗ്രേറ്റർ ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. അതായത് ഗ്രേറ്റർ ആണ് ഫ്രീക്വൻസി അല്ലെങ്കിൽ എനർജി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രോൺസ് ഈ ഒരു ഇതിൻ്റെ എനർജി ഇലക്ട്രോൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻ അതർ വേർഡ്സ്, ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. കൈനറ്റിക് എനർജി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ഫ്രീക്വൻസി ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. സിൻസ് ദ സ്ട്രൈക്കിംഗ് ഫോട്ടോൺ ഹാസ് എനർജി ഈക്വൽ ടു എച്ച് ന്യൂ, അപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് എത്രയായിരിക്കും, h nu, and the minimum energy required to eject the electron is h nu 0. This is known as work function. Then the difference in energy is transferred as the kinetic energy of the photon. അതായത് അപ്പോൾ ഈ ഡിഫറൻസ് ഇൻ എനർജിയാണ് എന്തിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോൺ ആയിട്ട് മാറുന്നത്. ഹെൻസ് വി നോ ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv². Then h nu minus h nu 0 is equal to ½ mv². ഇത് നമുക്ക് എങ്ങനെ എഴുതാം, h nu is equal to h nu 0 plus ½ mv². ഇതാണ് ഇക്വേഷൻ. വേർ m is the mass of the electron and v is the velocity associated with the ejected electron. More intense beam of light consists of, ഇനി more intense beam ആണെന്നുണ്ടെങ്കിൽ, ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ മോർ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് ലാർജർ നമ്പർ ഓഫ് ഫോട്ടോൺസ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, ഒരുപാട് നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടാവുകയും കോൺസിക്വൻ്റ്ലി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് ഓൾസോ ലാർജർ ആസ് കമ്പയർഡ് ടു ദാറ്റ് ഇൻ ദ എക്സ്പെരിമെൻറ്റ്. അപ്പം എന്ത് ചെയ്യുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എക്സ്പെരിമെൻ്റ് നടത്തിയത് ഹെൻറിച്ച് ഹേർട്സ് ആണ്. ഹെൻറിച്ച് ഹേർട്സ് എന്താണ് പറഞ്ഞത്, ഇലക്ട്രോൺസ് are ejected from a metal like rubidium, cesium and potassium were exposed when this metal is exposed to a beam of light. ഒരു beam of light expose ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, മെറ്റൽ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമ്മുടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം എനർജി എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിയാണ്. ആ പാക്കറ്റ്സിന് പറയുന്നത് ക്വാണ്ടം ആണ്. ദാറ്റ്സ് ഇൻ ദ കേസ് ഓഫ് ലൈറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് ഫോട്ടോൺ. സോ ഫോട്ടോൺ വന്ന് പതിക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എഫക്റ്റിന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നു. ആൻഡ് ദ ഇലക്ട്രോൺസ് വെർ നോൺ ആസ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഇനി പറഞ്ഞു ഈ മെറ്റൽസിന്റെ പ്രത്യേകത എങ്ങനെയായിരിക്കണം, ലോ അയണൈസേഷൻ എനർജി. ലോ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാൻ പെട്ടെന്ന് സാധിക്കുന്നു. ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇതിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ദ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺസിന്റെ ഇജക്ഷനും സ്ട്രൈക്കിങ്ങും തമ്മിൽ ഒരു ടൈം ലാഗും ഇല്ല. കാരണം
ആര് പറഞ്ഞു? ഐൻസ്റ്റീന് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം പറഞ്ഞു. അതായത് ഈ ബീം വന്ന് പതിക്കുമ്പോൾ തന്നെ അതിൻ്റെ എനർജി ആർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? മെറ്റലിലുള്ള ഇലക്ട്രോണിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഉടനെ തന്നെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു. ഓക്കെ. സെക്കൻഡ് പോയിന്റ്, ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ബ്രൈറ്റ്നസ് ഓർ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. മോർ ഇൻറ്റൻസ് ആണ് ബീം എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യും. തേർഡ് പോയിന്റ്, ഈ മെറ്റലിന് ഒരു ക്യാരക്ടറിസ്റ്റിക് മിനിമം ഫ്രീക്വൻസി വേണം, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്നാണ് അതറിയപ്പെടുന്നത്. ബിലോ വിച്ച് ദർ ഈസ് നോ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആൻഡ് ദ കറസ്പോണ്ടിങ് എനർജി ഈസ് നോൺ ആസ് വർക്ക് ഫംഗ്ഷൻ. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി പ്രകാരം ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. ദാറ്റ്സ് E is equal to h nu, where h is പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. സോ ഹിയർ W നോട്ട് ഈസ് ഇക്വൽ ടു h nu 0. ഈ W നോട്ട് ഈസ് നോൺ ആസ് വർക്ക് ഫംഗ്ഷൻ. ഇനി ഈ വന്ന് പതിക്കുന്ന ഫ്രീക്വൻസി എപ്പോഴും എന്തായിരിക്കണം? ഫ്രീക്വൻസി ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു മോർ എനർജി കൂടുതലുള്ള ബീമാണ് വന്ന് പതിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി എന്ത് ചെയ്യുന്നു? ഈ ഫോട്ടോ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റപ്പെടുന്നു. സോ എച്ച് ന്യൂ, ഈ ഡിഫറൻസ് ഇൻ എനർജി എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ 0 എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഗെറ്റ് എച്ച് ന്യൂ ഈസ് ഇക്വൽ ടു എച്ച് ന്യൂ 0 പ്ലസ് ഹാഫ് mv സ്ക്വയർ. ഇനി ഐൻസ്റ്റീൻ പ്ലാങ്ക് ക്വാണ്ടം തിയറിൻ്റെ ബേസിസിൽ പറഞ്ഞതാണ് ഇതിൻ്റെ കൈനറ്റിക് എനർജി വന്ന് പതിക്കുമ്പോൾ തന്നെ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. സോ ദിസ് ഈസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. താങ്ക് യു.